ലൈഫിലെ തന്നെ ഏറ്റവും ഒരു അടിപൊളി മൊമെൻറ്റിലേക്കാട്ടോ ഇപ്പം ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു താജ്മഹൽ കാണണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ 15th വെഡ്ഡിങ് ആനിവേഴ്സറി ഏപ്രിൽ ആഘോഷിച്ചപ്പം ഞങ്ങൾ എന്തായാലും പോയി താജ്മഹൽ കണ്ടേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഏകദേശം ഒരു 3 മാസം മുമ്പുള്ള വീഡിയോസ് ആട്ടോ ഇത്. ഞാൻ താജ്മഹൽ കാണാൻ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഓൺലൈനായിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നത്. അതൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഒരുപാട് ഡോറുകളുണ്ട് കേട്ടോ. നമ്മൾ എവിടെയാണ് കാണണേന്ന് പറയാൻ പറ്റാത്ത ലോകാത്ഭുതങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും ലോകാത്ഭുതം തന്നെയാണെന്ന്. കാരണം ഇതേ കണ്ടോട്ടോ, നമ്മളിപ്പം നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫീലിങ്സ് നമുക്ക് മനസ്സിലാവുന്നത്. ആ സാധനം കാണുമ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, പൊള്ളി അനുഭവമായിരുന്നു. അടിപൊളി. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും എല്ലാവരും പോയി കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ആ ലോകാത്ഭുതം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ നല്ല തിരക്കായിരുന്നു എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു, നിൽക്കാൻ പോലും പറ്റില്ലാത്ത തിരക്കായിരുന്നു. രാവിലെ ഏതാണ്ട് ഒരു 7 മണി ആയിട്ടുള്ളൂ. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൽ നേരത്തെ ഇറങ്ങണം നോക്കിയതാണ്, പക്ഷേ സാഹചര്യം പറ്റിയില്ല ഞങ്ങൾക്ക് ഇറങ്ങാൻ. അവിടെ ഞങ്ങൾ ഈ ടൈമായി. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ അവർ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്ത് തരും. നമുക്ക് നമ്മുടെ മൊബൈലിലും ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെള്ളമൊന്നുമില്ല. പക്ഷെ നല്ല രസമാട്ടോ, മൊത്തം നല്ല തെളിഞ്ഞ അന്തരീക്ഷവും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അതിനെ കാണാനായിട്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അതും സഫലീകരിച്ചു. പിന്നെ നമുക്കിനി ഇതിൻ്റെ അടുത്തേക്ക് പോയതിൻ്റെ ഉള്ളിൽ കയറാം. നമുക്ക് ഈ മുംതാസിൻ്റെ ശവകുടീരം കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എക്സ്ട്രാ 250 ആണെന്ന് തോന്നണം അതിൻ്റെ ഉള്ളിൽ എമൗണ്ട് ഉണ്ട്. അത് നമ്മൾ ഒരാൾക്ക് അത്രയും വെച്ചിട്ട് പേ ചെയ്യണം. അത് ഓൺലൈനായിട്ടും അടയ്ക്കാം, അവിടെ ഡയറക്റ്റ് എടുക്കാം. ഞങ്ങൾ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് മൊബൈലിൽ അതിൻ്റെ റെസിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കയറിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ തന്നെ ഇതുപോലെ ചെരുപ്പ് ഒന്നും കയറ്റാൻ പറ്റില്ല. അതിനകത്ത് ചെരുപ്പ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് ഒരു ഷീൽഡുണ്ട്, അത് വെച്ചിട്ടാണ് ഇട്ടിട്ടൊക്കെയാണ് കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലും അലോഡല്ല വീഡിയോ, അതിന് ചുറ്റുമൊന്നും അലോഡല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും വീഡിയോസ് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.